വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇന്നലെ എപ്പോഴായിരുന്നു ശ്രീലേഖ ഇക്കാര്യം ആവശ്യപ്പെട്ട് വിളിച്ചത്? ഇന്നലെ രാവിലെയാണ് ശ്രീലേഖ IPS വിളിച്ചത്. അപ്പോൾ ഞങ്ങളുടെ MLA ഓഫീസ് ശാസ്ത്രമംഗലത്ത് നഗരസഭയുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസിലാണ്. ഒരു മുറിയിൽ കൌൺസിലറുടെ ഓഫീസുണ്ട്, മറ്റൊരു മുറിയിൽ MLAയുടെ ഓഫീസും ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ 7 വർഷമായിട്ട് അവിടെ MLAയും കൌൺസിലറുടെ ഓഫീസും ഒക്കെ സുഖമായി പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ അവർ പറഞ്ഞത് അവരുടെ ഓഫീസ് ചെറുതാണ്, സൗകര്യക്കുറവാണ്, അതുകൊണ്ട് MLA മാറിത്തരണം, അപ്പോൾ അവർക്ക് കൂടുതൽ സൗകര്യമുള്ള മുറിയിലേക്ക് മാറാൻ പറ്റും. അപ്പോൾ ഞാനത് പറഞ്ഞത് നമുക്ക് മാർച്ച് വരെ കാലാവധിയുണ്ട്, അത് കഴിയുമ്പോൾ ഒഴിയുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കാം, എന്തായാലും ഈ ടൈം കഴിയട്ടെ, അതുവരെ എന്തായാലും ഒഴിയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം അറിയിച്ചു. അപ്പോൾ ഇതൊരു സാമാന്യ മര്യാദയുടെ ലംഘനം കൂടിയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു മുറി വാടകയ്ക്ക് കൊടുക്കുന്നത് നഗരസഭ കൌൺസിൽ അംഗീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ വാടക നിശ്ചയിച്ച് ആ വാടക നമ്മൾ കൊടുക്കുമ്പോഴാണ് ആ മുറി കിട്ടുക, റൂം ലഭിക്കുക. അപ്പോൾ അത് നഗരസഭ സെക്രട്ടറിയാണ് നോട്ടീസ് നൽകേണ്ടത്. നഗരസഭ കൌൺസിൽ നേരത്തെ കൊടുക്കാൻ വേണ്ടി കൊടുത്ത കരാർ റദ്ദാക്കണം. അപ്പോൾ ഈ നടപടിക്രമങ്ങളൊന്നും പാലിക്കുന്നില്ല. അപ്പോൾ ഈ നിലയിൽ അവർക്ക് അധികാരം കിട്ടിയതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം നാട് വിട്ടുപോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഞങ്ങളെ സംബന്ധിച്ച് കാലാവധിയുള്ള സമയം വരെ ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകും. ബാക്കി പിന്നീട് എന്താണ് വേണ്ടത് അത് തീരുമാനിക്കാം. 10 മാസം മുൻപാണ് ഈ കാലാവധി പുതുക്കിയത് അല്ലേ? അതെ, അത് 7 വർഷമായല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കാലാവധി അവസാനിക്കുമ്പോൾ വീണ്ടും മേയർക്ക് അപേക്ഷ കൊടുക്കും, അത് കൌൺസിലിൽ വെച്ച് കാലാവധി എക്സ്റ്റെൻഡ് ചെയ്തു തരും. അപ്പോൾ ഇങ്ങനെയാണത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നഗരത്തെ സംബന്ധിച്ച് ഒരു മുൻ മേയർ കൂടിയാണ് ഞാൻ. അപ്പോൾ അവിടെ ഞാൻ മേയറായിരിക്കുന്ന കാലത്ത് തന്നെയാണ് ഈ കെട്ടിടം നിർമ്മിക്കുന്നതും അതിന്റെ ഉദ്ഘാടനം നടക്കുന്നതും എല്ലാം ആ സമയത്ത് തന്നെയാണ്. പക്ഷെ അതൊരു ക്ലെയിമല്ല. ഞങ്ങളെ സംബന്ധിച്ച് അവിടെ കടിച്ചു തൂങ്ങേണ്ട കാര്യവുമില്ല. ഇപ്പൊ നിയമാനുസരണമായി നഗരസഭാ സെക്രട്ടറി നോട്ടീസ് നൽകി നഗരസഭാ കൌൺസിൽ വാടക കരാർ റദ്ദ് ചെയ്യുന്ന സമയത്ത് അത് പരിശോധിക്കാം. ഇപ്പോ അവിടെ നേരത്തെ തന്നെ ഈ ശാസ്ത്രമംഗലം വാർഡിലെ കൌൺസിലറിനൊരു ഓഫീസ് ഉണ്ട്. ആ ഓഫീസ് തനിക്ക് മതിയാകില്ല, അത് ചെറിയ ഓഫീസാണെന്ന് ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ VK പ്രശാന്തിന്റെ ഓഫീസ് വേണമെന്നുള്ളൊരു പിടിവാശിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിലെന്തെങ്കിലും ഈ പറയുന്നത് പോലെ രാഷ്ട്രീയ ഒരു ആയുധമായിട്ടാണോ ഇതിനെ നോക്കി കാണുന്നത്, ആ ശ്രീലേഖയുടെ ഭാഗത്തുനിന്നുള്ള ഈ നടപടി? തീർച്ചയായിട്ടും അങ്ങനെ വേണം കരുതാൻ. ഇപ്പൊ ശ്രീലേഖ ഒറ്റയ്ക്ക് ഇങ്ങനെ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് അതിന്റെ പിറകിൽ ഈ പറയുന്ന പുതിയ ഭരണം ഏറ്റെടുത്തവരുടെ നേതൃത്വമടക്കം ഉണ്ടോ എന്നുള്ള കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നിയമവശങ്ങൾ അറിയാമല്ലോ. അപ്പൊ അവിടുത്തെ കൌൺസിലറെ കൊണ്ട് തന്നെ വിളിപ്പിച്ച് MLAയോട് ഒഴിയണം എന്ന് പറയുന്ന ആ ഒരു തരത്തിലുള്ള അത് ശരിയാണോ എന്നുള്ള കാര്യം ഈ വിളിച്ചവരും അതിന് പ്രേരിപ്പിച്ചവരും ചിന്തിക്കണമെന്നുള്ളതാണ് എനിക്കും പറയാനുള്ളത്. പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കൌൺസിലറിന് വേണ്ടിയിട്ട് ഒരു MLAയുടെ ഓഫീസ് ഒഴിഞ്ഞു ചോദിക്കുക, അങ്ങനെ ഇപ്പോൾ ഈ പുതുതായിട്ട് ഈ ഭരണത്തെത്തിയിരിക്കുന്ന ഈ BJPയുടെ NDAയുടെ ഒരു ഭരണസമിതി തീരുമാനിക്കുകയാണെങ്കിൽ അതൊരു സാമാന്യ മര്യാദയ്ക്ക് ചേർന്നതല്ലോ. തീർച്ചയായിട്ടും അത് അവരാണ് ആലോചിക്കേണ്ടത്. കാരണം ഇതൊരു പ്രതിപക്ഷം ഇവിടെ ഉണ്ട്, ബാക്കി ഭരണകർത്താക്കൾ ഇവിടെ ഉണ്ട്, MLA ഉണ്ട്, MP ഉണ്ട്, മറ്റ് ജനപ്രതിനിധികളുണ്ട്. അവർക്കും ഇവിടെ ന്യായമായി പ്രവർത്തിക്കാനുള്ള അവകാശവും അധികാരവും ഉണ്ടല്ലോ. അപ്പൊ അതിനെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് BJPയുടെ പുതിയ ഭരണസമിതി പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ജനം വിലയിരുത്തും. ഞങ്ങളെ സംബന്ധിച്ച് നിയമപരമായിട്ടുള്ള മാർഗങ്ങൾ മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. അപ്പൊ അവിടെ ബലമായി ഞങ്ങൾ അവിടെ തന്നെ ഇരിക്കും എന്നുള്ളൊരു നിലപാടൊന്നും ഞാനും എടുക്കുന്നില്ല. അത് പാർട്ടിയുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കും. പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മേയറിന് കത്ത് കൊടുത്ത് സെക്രട്ടറി അത് പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ കാലാവധിക്ക് വേണ്ടിയിട്ട് കത്തും നേരത്തെ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയൊരു കൌൺസിൽ BJPയുടെ ഭൂരിപക്ഷമുള്ള ഒരു കൌൺസിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് വരുമ്പോൾ നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അല്ല, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പൊ നമുക്ക് അവിടെ തന്നെ പ്രവർത്തിക്കണമെന്നുള്ളൊരു വാശിയില്ല. പക്ഷേ ഇവരിങ്ങോട്ട് അധികാരത്തിലേക്ക് വന്ന് പിറ്റേ 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ ഒഴിയണമെന്നൊക്കെ പറയുന്നത് അതൊരു ശരിയായ ജനാധിപത്യ മര്യാദയല്ല. കാരണം അതാണ് ഞാൻ സൂചിപ്പിച്ചത്, MLA ഒഴിപ്പിച്ചിട്ടേ കൌൺസിലർക്ക് ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ കഴിയൂ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നേരത്തെ BJPയുടെ കൌൺസിലർ ഉൾപ്പെടെ കഴിഞ്ഞ 5 വർഷം കൌൺസിലറായിരുന്നു, ഈ ഓഫീസാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ മാറണമെന്ന് പറയുന്നത് അങ്ങേയറ്റം ധിക്കാരപരമായിട്ടുള്ള നിലപാടാണ്. ഇതൊന്നും കേരളത്തിൽ അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയില്ല. എന്റെ വ്യക്തിപരമായ അഭിപ്രായം കടിച്ചു തൂങ്ങാൻ വേണ്ടി നിൽക്കുന്നത്. അതിന്റെ കാലാവധി അവസാനിക്കട്ടെ, കോർപ്പറേഷൻ സെക്രട്ടറി നോട്ടീസ് വരട്ടെ, അപ്പം നമുക്കത് ആലോചിക്കാം. ഇതിലിപ്പോ ഇനി കുറച്ച് മാസങ്ങൾ കൂടിയാണ് മുന്നിലുള്ളത്. മാർച്ച് വരെ ഉണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇവിടെ ശ്രീലേഖയ്ക്ക് മറ്റൊരു ഓഫീസ് അല്ലെങ്കിൽ കോർപ്പറേഷൻ അങ്ങനെ ഒരു സാധ്യത കൂടിയില്ലേ? മറ്റൊരു വാടക കെട്ടിടം എടുക്കാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ടല്ലോ. അല്ല, യഥാർത്ഥത്തിൽ ഞാൻ മേയറായിരിക്കുന്ന അവസരത്തിലാണ് കൌൺസിലർമാർക്കെല്ലാം ഓഫീസ് വേണമെന്ന് തീരുമാനിക്കുന്നത്, വാടക നിശ്ചയിക്കുന്നതും അവിടെ സൗകര്യങ്ങൾ കൊടുക്കാൻ തീരുമാനിക്കുന്നതും. വാർഡിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി വാർഡ് കേന്ദ്രങ്ങൾ മാറ്റണം എന്നടക്കം തീരുമാനിക്കുന്നത് ഞാൻ മേയറായിരിക്കുമ്പോഴാണ്. അന്നാണ് ഈ നഗരസഭയുടെ കെട്ടിടങ്ങളുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം.
ഇല്ല എങ്കിൽ കൌൺസിലർമാർക്ക് നിശ്ചിത വാടക കൊടുത്തുകൊണ്ട് സ്വകാര്യ മുറി അടക്കം എടുക്കുക. ഞാൻ മേയറായിരിക്കുമ്പോൾ കഴക്കൂട്ടത്ത് ഒരു സ്വകാര്യ മുറിയാണ് എടുത്തിട്ട് വാടക കൊടുത്ത് പ്രവർത്തിച്ചത്. അപ്പോൾ അതൊക്കെ തീരുമാനിച്ച ആളെ ഞാനാണ്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ 100 വാർഡിലെ കൌൺസിലർമാർക്കും നഗരസഭയുടെ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ കെട്ടിടമില്ല എങ്കിൽ സ്വകാര്യ കെട്ടിടങ്ങളോ വാർഡ് കമ്മിറ്റി ഓഫീസായിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. ഇവിടെ തന്നെ ഇരിക്കണമെന്നൊരു നിർബന്ധവും ചെലുത്തേണ്ട കാര്യമില്ല. അപ്പൊ അത് എല്ലാവരും മനസ്സിലാക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ പ്രതിപക്ഷ നിരയിൽ 50ഓളം പേരുണ്ട് എന്നുള്ള കാര്യം അവർ ആലോചിക്കണം. വളരെ കൃത്യമാണ്. മുൻ മേയർ കൂടിയാണ്, അതിന്റെ എല്ലാ അനുഭവ സമ്പത്തുമുണ്ട്. എന്തായാലും ശ്രീലേഖയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു കടുത്ത ഈ നടപടി, ഈ ഒരു നീക്കത്തിലേക്ക് കടക്കുമോ എന്നറിയില്ല. എന്തായാലും VK പ്രശാന്ത് കടിച്ചു തൂങ്ങി നിൽക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു സാമാന്യ മര്യാദ, അത് ഏത് രാഷ്ട്രത്തിൽ നിൽക്കുന്ന ആളായാലും അത് പാലിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പ്രശാന്ത് ഇപ്പോൾ റിപ്പോർട്ട് ടിവിയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് റീജു നാഗപ്പനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.